ബെനീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കല്ലാറിൽ നിന്ന് മാങ്കുളത്തേക്ക് പോകുമ്പോൾ വഴി സൈഡിൽ കാണുന്ന അരുവിയുടെ മനോഹര കാഴ്ചകളാണ്. ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അരുവി ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞൊഴുകിയാണ്. നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോഴത്തേനും കല്ലാറ് അല്ലെങ്കിൽ വട്ടയാറ് എന്നുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഈ ഇതാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ആ വെള്ളച്ചാട്ടം ഇതിന് ശേഷമാണ്. നമ്മളിപ്പം അവിടുന്ന് തിരിഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേനും നമ്മുടെ സാധാരണ നാട്ടിൻ പ്രദേശങ്ങളിലെ പോലെയൊക്കെയുള്ള വാഴയും അതുപോലെ തന്നെ മറ്റു മരങ്ങളും കൃഷികളൊക്കെ കാണാം. വീടുകളുണ്ട്. വഴി കട്ടറില്ല, എന്നാൽ വലിയ വീതിയില്ല. ഉള്ള നല്ല മെഷീൻഡായിട്ട് റോഡാണ്. നമ്മൾ ആദ്യമേ കാണുന്ന ചെറിയൊരു ജംഗ്ഷൻ എന്ന് പറയുന്നത് കുരിശുപാറയാണ്. കുരിശുപാറ കടകളുണ്ട്. ചെറിയൊരു ടൗണാണ്. കുടിയേറ്റ മേഖലയിലെ ടൗണുകളൊക്കെ ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഒരു പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. വലതുവശത്ത് കാണുന്നതാണ് കത്തോലിക്ക പള്ളിയാണ്. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള കത്തോലിക്ക പള്ളിയാണ് കാണുന്നത്. നമ്മൾ ഈ കുരിശുപാറ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇടതുവശത്തായിട്ടാണ് ഈ അരുവി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. അതിനുശേഷമാണ് വിരിപ്പാറ വെള്ളച്ചാട്ടം ഇന്നലെ കണ്ട കഴിഞ്ഞ ഇതിൽ കണ്ട. നമ്മൾ വഴി സൈഡിൽ വണ്ടി നിർത്തി നമ്മൾ ഇത് കാണാൻ വേണ്ടി ഇറങ്ങുവാണ്. നമ്മൾ ആദ്യമേ കാണുന്ന ഒരു നന്നായിട്ട് സാമാന്യം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് നല്ല സൗണ്ടോടുകൂടി ഒഴുകി ഇറങ്ങുകയാണ്. ഇതുവരെയും പതിവായിട്ടിങ്ങനെ അവനിങ്ങനെ ഒഴുകുന്ന കാണാൻ നമുക്ക് നല്ല ഒരു കണ്ണിനിമ്പമേറുന്നൊരു കാഴ്ചയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ അത് നമ്മൾ ഒരുമാതിരി നല്ലതായിട്ട് താഴോട്ട് എഴുതുന്നൊരു ഇതാണ് കണ്ടത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് മുന്നോട്ട് നടന്ന് ഇടത്തേക്ക് നടക്കാനുള്ള ഒരു ചെറിയ വഴിയുണ്ട്. വണ്ടി അങ്ങോട്ട് പോവില്ല. നമ്മൾ നടന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതൊരു ഏലത്തോട്ടത്തിൻ്റെ നടുവഴിയാണ് ഈ വെള്ളം ഒഴുകുന്നത്, ഈ അരുവി ഒഴുകുന്നത്. രണ്ട് സൈഡിലും നല്ല ഏലത്തോട്ടങ്ങളാണ്. ഇവിടെ ചെറുതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല തിക്കായിട്ടുള്ള ഏലത്തോട്ടമാണ്. ഇവിടുന്ന് അത് താഴോട്ടൊഴുകുന്നതാണ്. നമ്മൾ മുമ്പേ കണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തെ അങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒഴുകി ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ താഴത്തെ ഭാഗത്ത് വഴിയിൽ നിന്ന് കണ്ടത്. ഇവിടെ നിന്നിങ്ങനെ കല്ലെ തട്ടി പതഞ്ഞൊഴുകി
താഴോട്ട് അങ്ങനെ നല്ല ഒച്ചയോടുകൂടി അതിൻ്റെ ഒരു ഒഴുകുന്ന ആ ഒരു സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുള്ളതാണ്. മുകളിലെല്ലാം ചെറുതായിട്ടുള്ള ഏലം വെച്ച് അത് വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്. നമ്മൾ കൈഭവന കടമെടുക്കുകയാണെങ്കിൽ ഇവർ സമുദ്രത്തിലിങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ടിരുന്ന 2 പ്രണയിതാക്കൾ, അതിലൊരാൾ അവിടെ നിന്ന് നീരാവിയായി മുകളിലേക്ക് പോയി ഇങ്ങനെ നമ്മുടെ ചെരുവുകളിലും സമതലങ്ങളിലുമൊക്കെ പെയ്തിറങ്ങി ഇവിടുന്ന് അവൻ ആർത്ത് കരഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി ഒഴുകിപ്പോകുന്ന ഒരു രംഗമാണ് നമ്മളീ കാണുന്നത്. അവർ വീണ്ടും സമുദ്രത്തിൽ കണ്ടുമുട്ടുന്നവരെയും ഇവനിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ മുമ്പ് കണ്ടത്തിൻ്റെ മുകളിലത്തെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ കല്ലിൽ തട്ടി എന്ന് പറയുമ്പോൾ അതേമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി കുളിക്കാനൊന്നും ഒരു പറ്റിയ സ്ഥലമല്ല, അതിനുള്ള ഒരു വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സ്ഥലമില്ല. നമ്മളവിടെ നിന്ന് തെന്നി പോകുമെന്നുള്ള അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. വഴിയെ പോകുമ്പം കാണാൻ കണ്ണിന് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മുകളിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.